ഏവർക്കും ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ചരിത്രത്തിലൂന്നി നിൽക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ വിപ്ലവം. എന്നാൽ അതിനൊപ്പം തന്നെ അതിൻ്റെ പ്രതിവിപ്ലവവും കേരളത്തിലുണ്ട്. ഒരുപക്ഷെ കേരള നവോത്ഥാന ചരിത്രത്തിൽ പ്രതിവിപ്ലവമാണ് വിദ്യാഭ്യാസ വിപ്ലവത്തേക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട കാലത്തിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പ്രധാന സന്ദേശങ്ങളിലൊന്നായ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ആ സന്ദേശത്തിൻ്റെ ആ വിപ്ലവവും പ്രതിവിപ്ലവവും നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഗുരുപദം ടി വിയിൽ ശ്രീ CA ശിവരാമൻ സാർ അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമായ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും അതിൻ്റെ അകക്കാമ്പ് 5 എപ്പിസോഡുകളിലായിട്ട് നമ്മൾക്ക് നൽകുന്നു. നമ്മൾക്ക് അതിലെ ഓരോ എപ്പിസോഡുകളും കണ്ട് നമുക്ക് ആ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ വിപ്ലവവും പ്രതിവിപ്ലവവും തിരിച്ചറിയാം. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി, സദ്ഗുരും തം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നവമാധ്യമങ്ങളിലൂടെ ഇത് കാണുന്ന ശ്രവിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ജിജ്ഞാസുക്കൾക്കും എൻ്റെ ആത്മമിത്രങ്ങൾക്കും വിനീതമായ കൂപ്പുകൈ. കുറേ കാലമായി ആത്മീയ കാര്യങ്ങളിൽ ഏറെ താല്പര്യമുള്ള എനിക്ക് വെളിച്ചം പകർന്നു തരുന്ന മഹാവ്യക്തിത്വമാണ്, ഏറെക്കാലമായി എനിക്ക് വെളിച്ചം പകർന്നു തരുന്ന മഹാവ്യക്തിത്വമാണ് ഗുരുനാരായണ സേവാനികേതൻ്റെ മുഖ്യ ആചാര്യൻ ശ്രീ KN ബാലാജി സാർ. ഇന്ന് രാവിലെ ഇവിടെ പ്രകാശനം ചെയ്ത ഞാൻ രചിച്ച വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അതിൽ ഒരു അനുഗ്രഹോക്തി എഴുതി തന്നിട്ടുള്ളതും ശ്രീ ബാലാജി സാർ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നും ആർജിക്കുവാനാകുന്ന ഊർജവും ശ്രീ ബാലാജി സാറിൽ നിന്നും ലഭിക്കുന്ന ഊർജവും സമാഹരിച്ചതാണ് എൻ്റെ ഊർജമാണ് എന്ന് പറയുന്നത്. ഗുരുവിനെ, ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശ്രീനാരായണ ചരിതത്തിൽ അതുല്യമായ സ്ഥാനമാണ് കോട്ടയം നാഗമ്പടം മഹാദേവർ ക്ഷേത്രത്തിനുള്ളത്. 1915 ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരണം ശ്രീമദ് ബോധാനന്ദ സ്വാമികളാണ് നാഗമ്പടത്ത് മഹാദേവനെ പ്രതിഷ്ഠിക്കുന്നത്. കോട്ടയം നഗരപ്രാന്തത്തിൽ MC റോഡിന് സമീപത്തുള്ള ഈ ക്ഷേത്രം ഗുരുദേവ പാദസ്പർശത്താൽ പലതവണ അനുഗ്രഹീതമായിട്ടുള്ളതാകുന്നു. ഏറെ മനോഹരമായ ഒരു ഗുരുമന്ദിരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഗുരുചരിതത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരേടാണല്ലോ ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുമതി നൽകിയ ചിത്രം. 1928 ഗുരു ഈ ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോഴും പ്രൗഢിയോടെ നിൽക്കുന്ന ഈ തേന്മാവിൻ ചൂട്ടിൽ വിശ്രമിക്കുമ്പോഴാണല്ലോ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും ഗുരുവിനെ സന്ദർശിച്ച് തീർത്ഥാടനത്തിന് അനുമതി തേടുന്നത്. ആ തേന്മാവിൻ ചുട്ടിൽ പണിതീർത്തിട്ടുള്ള ശിവഗിരി തീർത്ഥാടന സ്മാരക പവിലിയനിൽ ഈ നിറഞ്ഞ സദസ്സിന് മുന്നിൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിക്കുവാൻ ഈ ഉള്ളവന് അവസരമുണ്ടായത് ഗുരു കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനൊരു തികഞ്ഞ ഗുരുഭക്തനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. നോക്കൂ, എൻ്റെ മുന്നിലൊരു വലിയ സദസ്സ്, അതും ജിജ്ഞാസുക്കളായ പഠിതാക്കളും പണ്ഡിതരായ പല സുഹൃത്തുക്കളും സേവാനികേതൻ്റെയും SNDP യോഗത്തിൻ്റെയും ഊർജ്ജസ്വലരായ നേതാക്കന്മാരും പ്രവർത്തകരും
എൻ്റെ ആത്മമിത്രങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും അടങ്ങുന്ന പ്രബുദ്ധമായ ഈ സദസ്സ് എനിക്ക് ലഭിച്ച മറ്റൊരു വരദാനമാണെന്ന് ഞാൻ കരുതുന്നു. ഈ സെമിനാറിന് മോഡറേറ്റർ ആയിക്കൊണ്ട് ഇതിനെ നയിക്കുന്നത് സുപ്രസിദ്ധ വാഗ്മിയും SNDP യോഗം കൗൺസിലറും ഒരു അധ്യാപകനുമായ ശ്രീ PT മന്മഥൻ അവർകളാകുന്നു. ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിലെ ഈ പൂർവ്വ വിദ്യാർത്ഥി ബ്രഹ്മവിദ്യയിലും ഗുരുദർശനത്തിലും സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളിലുമെല്ലാം അവഗാഹിയാകുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വിലപ്പെട്ടതാണ്. അല്പം മുമ്പ് ഇവിടെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തെ ധന്യമാക്കിയ കോട്ടയം SNDP യൂണിയൻ പ്രസിഡന്റ് ശ്രീ M. മധു, SNDP യൂണിയൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ R. രാജീവ്, യൂണിയൻ കൗൺസിലർമാർ എന്നിവരെല്ലാം മുൻനിരയിൽ തന്നെ ഉപവിഷ്ടരായിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ അല്പം മുമ്പ് ഈ സെമിനാറിൻ്റെ വിഷയത്തെ അധികരിച്ച് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന ശീർഷകത്തിലുള്ള ഞാൻ രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു. പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച ശ്രീ R. രാജീവ്, യൂണിയൻ സെക്രട്ടറി കോട്ടയം SNDP യൂണിയൻ, ശ്രീമതി സീമ KN, സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം എന്നിവരോടുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രസ്തുത പുസ്തകത്തിൻ്റെ കുറച്ച് കോപ്പികൾ ഈ പന്തലിൻ്റെ വലതുവശത്ത് ഉപലബ്ധമാണ്. ആവശ്യക്കാർക്ക് അവിടെ നിന്ന് കോപ്പികൾ വാങ്ങാവുന്നതാണ്. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്നത് വരാനിരിക്കുന്ന ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് എത്രയും വേഗം ഒരു പൊതു ചർച്ചാ വിഷയമായി മാറേണ്ടതാണ്. ഒരു സെമിനാറിൻ്റെ പരിധിക്കുള്ളിൽ ഇത് ഒതുങ്ങിപ്പോകരുത്. ഗുരുപദം TV ഈ വിഷയം ഏറ്റെടുത്തതോടെ ഇതൊരു ചർച്ചാ വിഷയമായി തീരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കുറഞ്ഞ കാലം കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിക്കുന്ന ആധികാരികങ്ങളായ പ്രഭാഷണങ്ങളും മറ്റു വിവരങ്ങളിലും അനുവാചകരിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ട് ഏറെ പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞ ഗുരുപദം TVയുടെ മുഖ്യ കാര്യദർശി ശ്രീ അനീഷിനും സഹധർമ്മിണി ശ്രീ അമ്പിളിക്കും അനുമോദനങ്ങൾ. ഈ യൂട്യൂബ് ചാനലിൻ്റെ ആരംഭകാലത്ത് എൻ്റെ പല പ്രഭാഷണങ്ങളിലും ഇതിലൂടെ ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ എത്തിക്കുവാനായി എന്നത് ഇവിടെ അനുസ്മരിക്കുകയാണ്. ഈ വലിയ സദസ്സിന് മുമ്പിൽ പവിത്രവും പ്രസിദ്ധവുമായ തേന്മാവിൻ ചുവട്ടിൽ വന്നു നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ പാദസ്പർശത്താൽ പലതവണ തീർത്ഥീകരിച്ചിട്ടുള്ള ഈ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ സുമാർ 7 വർഷങ്ങൾ മുമ്പത്തെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇവിടെ സമീപത്തുള്ള ബ്രാഹ്മണ സമൂഹത്തിൻ്റെ വകയായിട്ടുള്ള തിരുനക്കരയിലെ സ്വാമിയാർ മഠത്തിൽ ഇതുപോലൊരു സെമിനാർ അവതരിപ്പിക്കുവാൻ ഈ ഉള്ളവൻ അന്ന് വന്നു നിന്ന ചിത്രമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞിട്ടുള്ളത്. അന്നത്തെ സെമിനാറിൻ്റെ വിഷയം ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്നായിരുന്നു. ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം. അന്ന് അവിടെ വന്നു ചേർന്ന വലിയ സദസ്സിന് മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് മടങ്ങുമ്പോൾ ഈ ഉള്ളവന് ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെട്ടു. ഗുരുവിന് വേണ്ടി എന്തോ ചെയ്യുവാനായി എന്നൊരാത്മസംതൃപ്തി. അതുപോലുള്ള ഒരവസരത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് അവിടെ പൊതുവിൽ ഉയർന്ന ആവശ്യത്തെ മാനിച്ച് സെമിനാർ വിഷയത്തെ അധീകരിച്ച് ശ്രീനാരായണ ഗുരു ദൈവമാണോ ഒരു പഠനം എന്നുള്ളൊരു പുസ്തകം തയ്യാറാക്കിയുണ്ടായി. അന്ന് സെമിനാറിൽ പങ്കെടുക്കുവാൻ 2 നിന്ന് വന്നവർ സെമിനാർ കഴിഞ്ഞപ്പോഴേ എന്നെ സമീപിച്ച് മറ്റ് 2 സെമിനാർ നടത്തുവാൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. അതിലൊന്ന് പൂത്തോട്ടയിലായിരുന്നു. 2000-ൽ പരം ആളുകൾ പങ്കെടുത്ത ഒരു നല്ല നിലയിൽ നടന്ന ഒരു പരിപാടിയായിരുന്നു അത്. കഴിഞ്ഞ സെമിനാറിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ തെളിഞ്ഞുവെന്ന് പറഞ്ഞുവല്ലോ. ശ്രീനാരായണ ഗുരുദേവനെ സാമൂഹ്യ പരിഷ്കർത്താവാണെന്നും മതപരിഷ്കർത്താവാണെന്നും വിപ്ലവകാരിയാണെന്നും ഈഴവ സന്യാസിയാണെന്നും മാർക്സിസ്റ്റ് വീക്ഷണമുള്ള സന്യാസിയാണെന്നും എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞ് ഒരു ചെറിയ വിഭാഗം ഇവിടെ അരങ്ങ് തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരതേ പറയൂ. അവരെ ഭരിക്കുന്ന ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ വെളിച്ചത്തിൽ അവർക്കിതേ പറയാൻ കഴിയൂ. അവരതൊക്കെ ദീർഘകാലമായി പറഞ്ഞുകൊണ്ട് നടന്നിട്ടും ഒച്ചയും ബഹളവും വിവാദങ്ങളും എല്ലാം കൂടെ സൃഷ്ടിച്ചിട്ടും ആശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചുവടൊന്ന് മാറ്റി. ചുവടൊന്ന് മാറ്റുകയല്ല ചെയ്ത പല ചുവടുകൾ മാറ്റി. ഞാൻ ചുരുക്കി പറയുകയാണ്, പല ചുവടുകൾ അവർ മാറ്റിയിട്ട് ശ്രീനാരായണ ഗുരു ദൈവമല്ല, ശ്രീനാരായണ ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണ്,
ശ്രീനാരായണ ഗുരു മതപരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണെന്നെല്ലാം കൂടെ പറഞ്ഞു വെച്ചയും ബഹളവും വിവാദങ്ങളും എല്ലാം കൂടെ സൃഷ്ടിച്ചിട്ടും ആശിച്ച രീതിയിലുള്ള ഫലമൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പല ചുവടുകൾ മാറ്റി, നിലപാടുകളെല്ലാം മാറ്റിയിട്ട് കയറി അങ്ങ് പറഞ്ഞു, ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമല്ല. ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമല്ല എന്ന് വിളിച്ച് പറയുന്നിടം വരെ അവരെത്തി. ആ തലം വരെ എത്തിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. അതൊരു വലിയ വിവാദമാക്കി, മാധ്യമം മാമാങ്കമാക്കി, കോടതി പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നെല്ലാം ബഹളമായി അവിടം വരെ ഈ സംഗതി കൊണ്ടുപോയി. അതുവരെ സാമൂഹ്യ പരിഷ്കർത്താവെന്നും മതപരിഷ്കർത്താവെന്നും വിപ്ലവകാരിയെന്നും ഒക്കെ പറഞ്ഞു നടന്നവർ പെട്ടെന്ന് ചുവടുകൾ പലത് മാറ്റിയിട്ട് അഭിപ്രായം പറയുന്നതിന് പകരം തീർപ്പ് കൽപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യത്തെ കൊണ്ടുപോയി. ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമല്ല എന്ന് തീർപ്പ് കൽപ്പിച്ചു. ഊഹാപോഹ വിചക്ഷണരും കേട്ടുകേഴ്വിക്കാരുമാണ് ഇവർ. അവർ ചേർന്ന് വിലയിരുത്തുന്നു, തീർപ്പ് കൽപ്പിക്കുന്നു. ഏത് നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ശ്രീനാരായണ ഗുരു ദൈവമല്ലെന്ന് ഇവിടുത്തെ കോടതി ആ നിഗമനത്തിലെത്തിയത്? കോടതി പറയുന്നു ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമല്ലെന്ന്. പ്രസക്തമായൊരു ചോദ്യം ഇതാണ്. കോടതി എന്ത് പറയണമെങ്കിലും അതിന് പിൻബലമായൊരു നിയമം വേണം. ഏത് നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ്, ഏത് നിയമത്തിലാണ് ആരാണ് ശരിക്കുമായ ദൈവമെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഏത് നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ശ്രീനാരായണ ഗുരു ദൈവമല്ലെന്ന് നിഗമനത്തിൽ ഇവിടുത്തെ കോടതി എത്തിയത്? ശ്രീനാരായണ ഗുരു ദൈവമല്ലെന്ന് പറയുന്നവർ ശരിയായ ദൈവം ഏതെന്ന് ചൂണ്ടിക്കാണിക്കാത്തത് എന്ത്? അവരത് പറയുന്നില്ല. ശ്രീകൃഷ്ണനും യേശുദേവനും നബിത്തിരുമേനിയും ദൈവമാണെന്ന് പറയുന്നതിന് ഇവരുടെ പക്കൽ എന്ത് തെളിവാണ്, എന്ത് നിയമമാണുള്ളതെന്നും കൂടെ ഞാൻ ചോദിക്കും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. നിങ്ങളെ ശ്രീനാരായണീയരെ അറ്റാക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു, ആക്രമിച്ചു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമല്ല എന്ന് പറയുമ്പോൾ ആ അറ്റാക്കിൻ്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു. ഇത് കേട്ടിട്ട് വല്ലാതെ മനസ്സ് നൊന്തു, ഈ ഉള്ളവൻ്റെ മനസ്സ് നൊന്തു. കാരണം ശ്രീനാരായണ സമൂഹം പ്രതികരണശേഷി നഷ്ടപ്പെട്ട് പക്ഷാഘാതം ബാധിച്ച നിലയിൽ പഞ്ചപുച്ഛമടക്കി എന്തിനു വേണ്ടിയാണെന്നറിയില്ല ഇരിപ്പാണ്. അനക്കമില്ല, പ്രതികരണമില്ല, തിരിച്ചൊരു പ്രതികരണവുമില്ല, പ്രതിഷേധവുമില്ല. ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല, മനം വല്ലാതെ നൊന്തു, പ്രതികരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ ഉള്ളവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചത്, ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങൾ ക്ഷേത്രങ്ങളുമല്ലെന്ന് യാതൊരു മനക്ലേശവുമില്ലാതെ പറയുന്നവരോട് എങ്കിൽ നിങ്ങൾ പറയടോ, ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ശരിയായ ദൈവം? ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം? ഈ ഉള്ളവനാണ് തിരിഞ്ഞു നിന്ന് ചോദിച്ചത് ഈ ചോദ്യം ആദ്യം. അത് ചോദിക്കുമ്പോൾ അല്പം ചാഞ്ചല്യമൊക്കെ തോന്നാതിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ആരും ഇത് ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഈ സെമിനാർ ഡൽഹിയിലും മുംബൈയിലും ഉൾപ്പെടെ 28 കേന്ദ്രങ്ങളിൽ ഇതിനോടകം നടത്തുവാനായി. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അത് കേട്ട് കാണണം. അത് പ്രതിപാദിക്കുന്ന പുസ്തകത്തിൻ്റെ 3ാമത്തെ എഡിഷൻ വന്നു. ഇതിനോടകം ധാരാളം പേരത് വായിച്ചിട്ടുണ്ട്. ഇത്രയധികം ആളുകൾ കഴിഞ്ഞ് 7 കൊല്ലങ്ങളായി. 1917 ഇത് ആദ്യം അവതരിപ്പിക്കുന്നത്. ഈ വിഷയം കഴിഞ്ഞ് 7 കൊല്ലങ്ങളായി ഈ വിഷയം ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്ന ചോദ്യവുമായി മുന്നോട്ട് പോയിട്ട് നാളിതുവരെ ഒരാൾ പോലും ഞാൻ ഉന്നയിച്ചിട്ടുള്ള വാദമോഹങ്ങൾ ഏതെങ്കിലും തെറ്റാണെന്ന് പറയുവാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള സത്യം ഈ അവസരത്തിൽ നിങ്ങളേവരെയും ഞാൻ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം? അതാണ് പ്രസക്തമായ ചോദ്യം. അതിനുത്തരം കാണാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഗുരുനാരായണ സേവാനികേതൻ ധാരാളം നല്ല പരിപാടികൾ നല്ല നിലയിൽ നടത്തിപ്പോരുന്നു. എല്ലാം ഉള്ളടക്കം കൊണ്ടും സംഘടിപ്പിക്കുന്നതിൻ്റെ മികവ് കൊണ്ടും എ ക്ലാസ് പരിപാടികളാണ്. എന്നാൽ ആ പരിപാടികളെ ഒന്ന് അവലോകനം ചെയ്യുന്ന പക്ഷം അവയെല്ലാം തന്നെ ഗുരുവിൻ്റെ ആത്മീയ തലത്തെ, ആത്മീയ ഔന്നത്യത്തെ സ്പർശിച്ച് നിൽക്കുന്നവയാണെന്ന് കാണാം. ഭക്തിഭാവം തുളുമ്പുന്നവയാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എല്ലാം നല്ല നിലയിൽ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടികൾ തന്നെ, തർക്കമില്ല. എന്നാൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന വിഷയം പ്രധാനമായും ഗുരുവിൻ്റെ കർമ്മപഥത്തെ
ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തെ സ്പർശിച്ച് നിൽക്കുന്ന ഒന്നാണെന്ന് കാണാം. അതായത് ഇതുവരെ കൈകാര്യം ചെയ്തു വന്ന വിഷയങ്ങളിൽ നിന്നും അല്പം വേറിട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് സാരം. ശ്രീനാരായണ ഗുരുവിനെ നാം പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു നല്ല വിഭാഗം പഠിതാക്കളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഗുരുനാരായണ സേവാനികേതൻ നടത്തിപ്പോരുന്ന ശ്രീനാരായണ ദർശന പഠന കേന്ദ്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം പഠിതാക്കൾ ഇവിടെ ഉപവിഷ്ടരാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരുവിനെ നാം പഠിക്കുമ്പോൾ ഗുരുവിൻ്റെ ആത്മീയ തലം പരമപ്രധാനമാണ്. പക്ഷേ ഗുരു വിഹരിച്ച ഭൗതിക തലവും അതിപ്രധാനമാണെന്ന് തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ആത്മീയ തലവും ഭൗതിക തലവും ഒരുപോലെ പ്രാധാന്യത്തോടെ പഠിച്ചില്ലെങ്കിൽ ആ പഠനം ഒരിക്കലും പൂർണ്ണമാകുന്നതല്ല എന്നറിയണം. ഗുരുവരൻ്റെ ജീവിതചരിതത്തിലെ ഏതാണ്ട് 32 വർഷങ്ങൾ ഒരു പരിവ്രാജകനായി ദേശാടനം ചെയ്ത് വർഷങ്ങൾ നീണ്ട തപശ്ചര്യയിൽ മുഴുകി ബ്രഹ്മവിദ്യയുടെ പടവുകളെല്ലാം അനായാസം താണ്ടി ഒരാത്മജ്ഞാനിയായി മാറി എന്ന് നമുക്കറിയാം. പരവിജ്ഞാനിയായ ഗുരുദേവൻ പിന്നീടുള്ള 40 വർഷങ്ങൾ 4 ദശകങ്ങൾ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഭാരതത്തിൻ്റെ മഹത്തായ ഋഷി പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായ ഗുരുവിനെ മറ്റെല്ലാ ഋഷിവര്യന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്, അടയാളപ്പെടുത്തുന്നത് ഈ ലോക സംഗ്രഹത്വര ഒന്നുകൊണ്ട് മാത്രമാണ്. ജ്ഞാനിയായ കർമ്മയോഗി എന്നല്ലേ റൊമൈൻ റോളണ്ട് ഗുരുവിനെ വിശേഷിപ്പിച്ചത്. സന്യാസികൾ ഇല്ലിങ്ങനെ എന്ന് ആശാൻ പാടിയല്ലോ. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ ഐഡൻറ്റിറ്റി. അതിനാൽ ഗുരുവിൻ്റെ ദീർഘകാലത്തെ കർമ്മയോഗത്തെ അവഗണിക്കുന്ന പഠനവും പാഠനവും ഒരിക്കലും പൂർണ്ണമാകില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂലോകം ഇന്നോളവും ദർശിച്ച മഹാന്മാരിൽ ആരിലും സമുന്നതി നേടിയോരാചാര്യനെ. ഭൂലോകം ഇന്നോളവും ദർശിച്ച മഹാന്മാരിൽ ആരിലും സമുന്നതി നേടിയോരാചാര്യനെ. ശാശ്വത സ്നേഹത്തിൻ്റെ വെണ്ണിലാവൊളി തൂകി ഈശ്വര സാക്ഷാത്കാരം സാധിച്ച ഗുരുവിനെ വന്ദിപ്പിൻ. ഗുരുവിനെ വന്ദിപ്പിൻ. രക്ഷകനെ വന്ദിപ്പിൻ. നാരായണ മൂർത്തിയാം ഭഗവാനെ എന്ന് ഗുരുവിനെക്കുറിച്ച് കീർത്തനം എഴുതുന്നവർ എഴുതി പാടുന്നതിൻ്റെ അർത്ഥവും മറ്റൊന്നല്ല. ഗുരുവിൻ്റെ എന്ന് പാടുന്നവരും ഇങ്ങനെ പാടുന്നവരും അർത്ഥമാക്കുന്നത് ജ്ഞാനിത്വവും കർമ്മയോഗവും തമ്മിലുള്ള അപൂർവ മേളനം ഗുരുവിൽ കണ്ടിട്ട് തന്നെയാണ്. ലോകസംഗ്രഹ പ്രവർത്തനത്തിൽപ്പെട്ട് ജ്ഞാനിയായ കർമ്മയോഗി ഒരു ബ്രഹ്മവിത്തായി ലോകസംഗ്രഹം ചെയ്യുന്ന അവസ്ഥയാണ് ഗുരുവിലെ 40 വർഷം നമ്മൾ കാണുന്നത്. ഗുരുദേവൻ സ്വയം ഈ ചിത്രം ദർശനമാലയിൽ വരച്ചിട്ടിട്ടുണ്ട്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവമുദ്ദിശ്യ ജഗതാംഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത എന്ന് പറയുന്നുണ്ട്. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന, ജ്ഞാനാഗ്നിയിൽ അജ്ഞാനത്തെ മുഴുവൻ എരിച്ചു കളഞ്ഞിട്ട്, ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവമുദ്ദിശ്യ ജഗതാംഹിതം, ജഗത്തിൻ്റെ ഹിതത്തിനു വേണ്ടി, ലോകസംഗ്രഹത്തിനു വേണ്ടി ഒരു ബ്രഹ്മവത്തായിരുന്നു കൊണ്ട്, ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ തന്നെ വിലയം പ്രാപിച്ച നിലയിലിരുന്നു കൊണ്ട് കർമ്മത്തിലേർപ്പെടാമെന്ന് പറയുകയാണ്. ലോകസംഗ്രഹ പ്രവർത്തനത്തിൽ മുഴുകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു അത് ചെയ്യുന്നത്. ബ്രഹ്മവിത്തായി ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന തലത്തെയാണ് ഗുരു സ്വീകരിച്ചത്. ജ്ഞാനിയായ കർമ്മയോഗി 4 ദശകങ്ങൾ കർമ്മനിരതനായപ്പോൾ കേരളം മാതൃകയായി. കേരളം മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പഠനാർഹമായ ഒരു വിഷയമായി. കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ അതിവേഗം മുന്നോട്ട് പോയി. ഇതെല്ലാം നാം കണ്ടതാണ്. അതായത് കേരള നവോത്ഥാനത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറ അറിയണം ഇക്കാര്യത്തിന് നാം എത്ര കണ്ട് ശ്രീനാരായണ ഗുരുവിനോടും SNDP യോഗം ഉൾപ്പെടെയുള്ള സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇത്രയും ഇവിടെ പറഞ്ഞു വെച്ചത് ഗുരുവിനെ പഠിക്കുന്നവർ ഗുരുവിൻ്റെ ആത്മീയ തലത്തെ പഠിക്കുന്നതോടൊപ്പം ഗുരു ആവിഷ്കരിച്ച് നടപ്പാക്കിയ ബൃഹത്തും
സമഗ്രവുമായ കർമ്മമേഖലകളെ കൂടി പഠിച്ചാലേ ആ പഠനം പൂർണ്ണമാകുകയുള്ളൂ എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഗുരുനാരായണ സേവാ നികേതൻ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിവരുന്ന ശ്രീനാരായണ ദർശന പഠന ക്ലാസുകളുടെ സിലബസ് ഈ ആശയത്തെ വേണ്ടത്ര ഉൾക്കൊണ്ടുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരള നവോത്ഥാനവും SNDP യോഗ ചരിത്രവും ഗുരുവിൻ്റെ ലോകോദ്ധാരക പ്രവർത്തനങ്ങളും ആ സിലബസിൽ വേണ്ടത്ര കടന്നു വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. എനിക്ക് എത്ര സമയം ഇവിടെ കിട്ടുമെന്നറിയത്തില്ല. 1 മണിക്കൂറാണോ 1.5 മണിക്കൂറാണോ എന്ന് എനിക്കറിയില്ല. അതിനിടയ്ക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ വിഷയം 3 നൂറ്റാണ്ടുകളെ സ്പർശിച്ച് നിൽക്കുന്നതാണ്. 3 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രത്തെ അധീകരിച്ച് ആരംഭിക്കുന്ന ഈ വിഷയം 20-ാം നൂറ്റാണ്ടിലൂടെ പുരോഗമിച്ച് 21-ാം നൂറ്റാണ്ടിൽ നാം ഇപ്പം എത്തി നിൽക്കുന്ന ഈ അവസ്ഥ വരെ, ഇനി ഇതിൻ്റെ ഭാവി എന്താണെന്ന് സൂചിപ്പിക്കുന്നിടം വരെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇത് ചരിത്രത്തിൽ വേരുറപ്പിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ്. 3 നൂറ്റാണ്ടുകളെ സ്പർശിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ഈ ചരിത്രപരമായ കാര്യങ്ങൾ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞു പോകുമ്പോൾ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് അല്പം നെറ്റി വേർത്തുന്നിരിക്കും. കുറ്റയില്ല. ഒരു നല്ല കാര്യത്തിനല്ലേ, ഗുരുവിൻ്റെ കാര്യത്തിനല്ലേ നെറ്റി അല്പം വേർത്തോട്ടെ. ഇവിടെ എനിക്കും നിങ്ങൾക്കും ഈ കാര്യം, ഇത് വിജയകരമായ ഒരു ചർച്ച ഇവിടെ നടത്തുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ആവുന്നത്ര ലളിതമായി അല്പം സങ്കീർണതകളൊക്കെയുള്ള ഈ വിഷയത്തെ അവതരിപ്പിക്കുക. ഞാൻ എന്നാലാവും വിധം ലളിതമായി പറയാൻ തയ്യാറാകുന്നതാണ് എന്ന് ഉറപ്പ് തരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെല്ലാവരും, എനിക്ക് മോഡറേറ്റർ സാർ എത്ര സമയം തരുന്നോ അത്രയും സമയം എന്നോടൊപ്പം നിങ്ങളുണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഇവിടെ കഴിക്കുന്ന ഈ സമയം ഒന്നും മനസ്സിലാകാതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് നിങ്ങളെല്ലാ പ്രകാരത്തിലും എന്നോടൊപ്പം ഉണ്ടാവണം ഇത്രയും സമയം. ഇത് പറയുമ്പോൾ ഏതോ ഒരു മലയാളം സിനിമയിൽ ആരോ പാടിയ ഒരു പാട്ടിൻ്റെ 2 ലൈൻ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാനതിവിടെ പാടും. വിരോധമില്ലല്ലോ അല്ലേ ആർക്കും? ഉണ്ടെങ്കിൽ പറയണം. സിനിമാ പാട്ടാണ്. വേദാന്ത കാര്യങ്ങൾ ഗുരുദർശനം ചർച്ച ചെയ്യുന്നിടത്ത് ഇവിടെ എന്താണ് സിനിമാ പാട്ടിൻ്റെ പ്രസക്തി എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇത് പ്രസക്തമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പാട്ട് ഇങ്ങനെയാണ്. വിരോധമില്ല അല്ലേ? ഓക്കെ. അക്കരയാണെൻ്റെ താപസം, ഇക്കരയാണെൻ്റെ മാനസം. അക്കരെ ആണെൻ്റെ താമസം, ഇക്കരയാണെൻ്റെ മാനസം. പൊന്നണിഞ്ഞെത്തുന്നു മധുമാസം, എന്നുള്ളിൽ തെളിയുന്നു രാഗരസം. അക്കരെ ആണെൻ്റെ താമസം, ഇക്കരയാണെൻ്റെ മാനസം. ഈ പ്രഭാഷണം അവസാനിക്കുന്നത് വരെയെങ്കിലും നിങ്ങളുടെ താമസവും മാനസവും ഇവിടെ തന്നെ, ഇക്കരെ തന്നെ ഉണ്ടാവണം എന്നുള്ള അപേക്ഷയാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്. അക്കരെ ഇക്കരെ കളിച്ച് നടക്കരുത്. അപ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റാകും, കാര്യമൊന്നും ഉണ്ടാകാനില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദീർഘകാലം ഇന്ത്യ ദേശീയവും വിദേശീയവും ഒപ്പം നികൃഷ്ടവുമായ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഈറ്റില്ലമായിരുന്നു ഭാരതം എന്ന് പറയുന്നത്. ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ജന്മി കുടിയാൻ സിസ്റ്റം. അതിൻ്റെ ആകത്തുക എന്താണെന്ന് വെച്ചാൽ ഫ്യൂഡൽ വ്യവസ്ഥ ലോകമെമ്പാടും ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു കുറേ കാലം മുമ്പ് വരെ. അവിടെ നിന്ന് പാശ്ചാത്യ ദേശത്തുള്ള പല രാജ്യങ്ങളും, പ്രത്യേകിച്ചും യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, നവോത്ഥാന പ്രക്രിയയിലൂടെ ഫ്യൂഡലിസത്തിന് പുറത്താക്കിക്കൊണ്ട് മറ്റു തരത്തിലുള്ള ഭരണക്രമങ്ങളും സാമൂഹ്യ വ്യവസ്ഥകളും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും പുറത്തു വന്നു. ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഒരു മുഖമുദ്ര എന്താണെന്ന് വെച്ചാൽ വരേണ്യവർഗ മേൽക്കോയ്മയാണ്. വരേണ്യവർഗ മേൽക്കോയ്മ. ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഒരു വരേണ്യവർഗം ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക വർഗം. അവരെ സമൂഹത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമായിരിക്കും. ആ
ആ ന്യൂനപക്ഷം ആണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അധികാരം അവരുടെ കൈകളിലാണ്. അവരെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ഭൂരിപക്ഷത്തെ അവർ ചവിട്ടിമെത്തിച്ച് അടിമകളാക്കിയിട്ടിട്ടുള്ള ഒരു സംവിധാനം, ഒരു സാമൂഹ്യ സംവിധാനമാണ് ഫ്യൂഡൽ വ്യവസ്ഥയുടെ മുഖമുദ്ര. ഇതിൽ നിന്ന് യൂറോപ്പിലും മറ്റ് ഭൂഖണ്ഡങ്ങളിലുമുള്ള പല രാജ്യങ്ങളും പുറത്തു വന്നിട്ടും ഇന്ത്യയിൽ ഫ്യൂഡൽ വ്യവസ്ഥ തന്നെ നിലനിന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വരെ എന്ന് നമുക്കെല്ലാം അറിയാം. അതൊന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ മനസ്സിൽ. മറ്റുള്ളിടത്ത് എല്ലായിടത്തും ഒരു നൂറ്റാണ്ട് മുമ്പേ മാറിയല്ലേ, അതിനു മുമ്പേ മാറിയിട്ടും ഇവിടെ ഒരു മാറ്റത്തിനും വിധേയമാകാതെ ഫ്യൂഡൽ വ്യവസ്ഥ അരക്കിട്ടുറപ്പിച്ച പോലെ നിലനിന്നു 1947 വരെ. അന്നാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇവിടെ ദീർഘകാലം ഇന്ത്യ ദേശീയവും വിദേശീയവുമായ ഫ്യൂഡൽ വ്യവസ്ഥയുടെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷുകാരുടെ ഭരണത്തിലായിരുന്നു, അതും ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മോചനമുണ്ടായത് 47 ഇന്ത്യ സ്വതന്ത്രയാകുമ്പോഴാണ്. തുടർന്ന് 51 ഇന്ത്യൻ പാർലമെൻറ്റ് വന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ഭരണഘടന, ഭാരതത്തിൻ്റെതായ ഒരു ഭരണഘടനയെ അംഗീകരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ടായി. ആ ഭരണഘടനയുടെ നിയമം അനുസരിച്ച്, അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇന്ത്യ ജനാധിപത്യ ഭരണക്രമത്തെ വരിച്ചു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിന് ഇപ്പോൾ 75 വയസ്സാകുകയാണ്. 75 വർഷം നമ്മൾ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് ജനപ്രതിനിധികൾ ഞാനും നിങ്ങളും വോട്ട് ചെയ്ത് എലക്ട് ചെയ്യുന്ന ആളുകൾ ഭരിക്കുന്ന ഒരു ഭരണ സമ്പ്രദായം ഇവിടെ വന്നു. 75 വർഷം പിന്നിട്ടു. ജനാധിപത്യത്തെ നമ്മൾ കൊണ്ടു നടന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വരേണ്യവർഗ മേൽക്കോയ്മ, ഫ്യൂഡലിസത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള വരേണ്യവർഗ മേൽക്കോയ്മ ഇന്നും ഈ രാജ്യത്ത് അവസാനിച്ചിട്ടില്ല എന്ന് ഈ സെമിനാർ നിങ്ങളോട് പറയും. ഈ സെമിനാർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം അതാണ്. വരേണ്യവർഗ മേൽക്കോയ്മ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആണെങ്കിലും മേൽക്കോയ്മയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഫ്യൂഡൽ വ്യവസ്ഥയുടെ മുഖമുദ്രയാണ്. ഫ്യൂഡൽ വ്യവസ്ഥ പോയി, ജനാധിപത്യം വന്നു. 75 വർഷം നമ്മൾ ജനാധിപത്യത്തെ പരീക്ഷിച്ചു. ഈ ജനാധിപത്യത്തിൻ്റെ കീഴിലും വരേണ്യവർഗ മേൽക്കോയ്മ അവസാനിച്ചിട്ടില്ല എന്നുള്ള ദുഃഖ സത്യം ഈ സെമിനാർ നിങ്ങളോട് വെളിപ്പെടുത്തും. ജനാധിപത്യം വന്നതോടെ പക്ഷേ കുറേ മാറ്റങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ വയ്യ. ജനാധിപത്യം വന്നതോടെ വരേണ്യവർഗ പദവിയിൽ ബ്രാഹ്മണ ക്ഷത്രിയ അച്യുതണ്ടായിരുന്നല്ലോ ഇവിടുത്തെ വരേണ്യവർഗം. ആ വരേണ്യവർഗ പദവിയിൽ അച്യുതണ്ടിന് ഭാഗികമായ അപജയം സംഭവിച്ചു. അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു, കസേര നഷ്ടപ്പെട്ടു. ആ ഗ്യാപ്പിലേക്ക് ഇവിടുത്തെ സംഘടിത മതന്യൂനപക്ഷങ്ങൾ അവരുടെ ന്യൂനപക്ഷ സ്പെഷ്യൽ പദവിയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഫലപ്രദമായി കളിച്ച് കടന്നു നിന്നു. രാഷ്ട്രീയ അധികാരത്തിലും സാമ്പത്തിക മേഖലകളിലും അതുപോലെയുള്ള കീ മേഖലകളിലെല്ലാം ക്രമേണ പിടിമുറുക്കി ഇവിടുത്തെ സംഘടിത ന്യൂനപക്ഷ മതങ്ങൾ. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ക്രമേണ വരേണ്യവർഗ ശ്രേണിയിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സർക്കാരുകളെപ്പോലും ഇന്ന് നിയന്ത്രിക്കുന്നത് സവർണ യാഥാസ്ഥികരുടെ ഒരു വിഭാഗവും മതന്യൂനപക്ഷങ്ങളും ചേർന്നുള്ള അഭിനവ വരേണ്യവർഗമാണ്. ഞാനിതിനെ അഭിനവ വരേണ്യവർഗമെന്നാണ് വിളിക്കുന്നത്. കാരണം വരേണ്യവർഗം ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. പക്ഷേ അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് സവർണ യാഥാസ്ഥികരിലെ ഒരു വിഭാഗവും മതന്യൂനപക്ഷങ്ങളും ചേർന്നുള്ള ഒരഭിനവ വരേണ്യവർഗം ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. അവരാണ് ഇപ്പോൾ ഈ വരേണ്യവർഗ മേൽക്കോയ്മ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉള്ളതും ഈ സെമിനാറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ബഹുഭൂരിപക്ഷത്തെ അടിമത്തം കൽപ്പിച്ച് ചവിട്ടടിയിലാക്കിക്കൊണ്ട് ഇവിടെ നടന്നു വന്നത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അതേക്കുറിച്ചൊന്നും കൂടുതൽ പ്രസംഗിച്ചു പോകേണ്ട കാര്യമില്ല. എങ്കിലും സൂചിപ്പിക്കേണ്ടതുണ്ട്. ബഹുഭൂരിപക്ഷത്തെ അയിത്തം കൽപ്പിച്ച് ചവിട്ടടിയിലാക്കിക്കൊണ്ട്, അടിമത്തത്തിലാക്കിക്കൊണ്ട് ദീർഘകാലം നമ്മുടെ മുമ്പിൽ ഇത് പ്രവൃത്തിപഥത്തിൽ ഇത് നടക്കുമ്പോൾ ദീർഘകാലം നമ്മളോട് പറഞ്ഞത് എന്താണ്? രാമരാജ്യം രാമരാജ്യം എന്ന ഉട്ടോപ്യൻ ക്ഷേമരാഷ്ട്ര സങ്കല്പം പ്രസംഗിച്ച് നടന്നു. ഒരു വശത്ത് പ്രസംഗം, അതിന് ഘടകവിരുദ്ധമായത് സാമൂഹ്യ സത്യം.
ഇത് രണ്ടും കൂടിയാണ് ഇവിടെ നടപ്പാക്കി പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഈ കപട ഉട്ടോപ്യൻ ക്ഷേമരാഷ്ട്ര സങ്കല്പമായ രാമരാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സഹസ്രാബ്ദത്തോളമായി ഭൂരിപക്ഷത്തെ നിഷ്കരണം അകറ്റി നിർത്തി. ഈ സത്യം നമ്മൾ മറക്കരുത്. ഒരു മേഖലയിലല്ല, എല്ലാ മേഖലയിൽ നിന്നും അകറ്റി നിർത്തി ഒരുതരം അടിമത്തം, അതായത് വരേണ്യവർഗ മേൽക്കോയ്മ അങ്ങനെ പണം വിടർത്തി ആടിക്കൊണ്ട് നിന്നു ഇവിടെ എത്രയോ കാലം, കുറഞ്ഞത് 1200 വർഷമെങ്കിലും. ഇതിനെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആളുകൾ, ധാരാളം ഉദ്ബുദ്ധമതികളായ ആളുകൾ ഇവിടുത്തെ ഈ പ്രത്യേക സാഹചര്യത്തെ, വരേണ്യവർഗ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ നോക്കിക്കണ്ടിട്ട് പറഞ്ഞത് എന്താണ്? കാറൽ മാർക്സ് പുറത്തുനിന്ന് നോക്കിക്കണ്ടിട്ട് പറഞ്ഞു, പുരോഗതി മുരടിച്ച വിധി വൈപരീത്യമാണ് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞു. ജാതിയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്നൊക്കെ അവർ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അതിവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. പുരോഗതി മുരടിച്ച വിധി വൈപരീത്യം എന്നാണ് ഇന്ത്യയെ നോക്കിക്കൊണ്ട് കാറൽ മാർക്സ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, ലോകം അന്നും ഇന്നും വാഴ്ത്തുന്ന ഒരു ബുദ്ധിജീവി പറഞ്ഞത്. പുരോഗതി മുരടിച്ച വിധി വൈപരീത്യമാണ് ഈ രാജ്യമെന്ന്. അതേ സാഹചര്യത്തെ കേരളത്തിൽ കണ്ടിട്ട് സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, ഇത് ജാതി ഭ്രാന്താലയമാണെന്ന്. ഭ്രാന്താലയം, അത് ഭ്രാന്താലയം എന്ന് പറഞ്ഞാൽ അതും പുരോഗതി മുരടിച്ച വിധി വൈപരീത്യം തന്നെയാണല്ലോ. ഈ കാറൽ മാർക്സ് പറഞ്ഞ പുരോഗതി മുരടിച്ച വിധി വൈപരീത്യത്തെ കണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞ ജാതി ഭ്രാന്താലയത്തെ നോക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന യുവയോഗി കൽപ്പിച്ചു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നും ഇവിടുത്തെ ഭൂരിപക്ഷത്തെ അകറ്റി അടിമകളാക്കി സമത്വവും സ്വാതന്ത്ര്യവും ഒന്നും പേരിന് പോലും അനുവദിച്ചു കൊടുക്കാതെ കാൽക്കീഴിലാക്കി ദീർഘകാലം ഇട്ടിരുന്നിട്ട് അത് പുരോഗതി മുരടിച്ച വിധി വൈപരീത്യമായി ഈ രാജ്യം മാറി, ജാതി ഭ്രാന്താലയമായി മാറിയെന്നൊക്കെ ഉദ്ബുദ്ധമതികളായ ധാരാളം പേര് പറഞ്ഞപ്പോൾ അതിനെ നോക്കിക്കണ്ട ശ്രീനാരായണ ഗുരു എന്ന യുവയോഗി കൽപ്പിക്കുകയാണ്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ശ്രീനാരായണ ഗുരുദേവൻ ഇത് പറയുക മാത്രമല്ല ചെയ്തത്. ശ്രീനാരായണ ഗുരുദേവൻ ജ്ഞാനിയായ കർമ്മയോഗിയാണ്. റൊമൈൻ റോളണ്ട് എന്ന് പറയുന്ന വലിയ ചിന്തകൻ ഗുരുവിനെ അങ്ങനെയാണ് വിളിച്ചത്. എനിക്കതിനോട് 100% യോജിപ്പാണ്. കാരണം സന്യാസികളില്ലിങ്ങനെ എന്ന് ആശാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ തിരിച്ചറിയാൻ നമ്മുടെ ഋഷി പരമ്പരയിലെ അവസാനത്തെ കന്യായ ശ്രീനാരായണ ഗുരു എല്ലാം കൊണ്ടും വ്യത്യസ്തനാണ്. അത് മനസ്സിലാക്കാൻ ആശാൻ്റെ ആ വാക്കുകൾ അത് വളരെ പ്രയോജനപ്പെടും. അതുകൊണ്ട് റൊമൈൻ റോളണ്ട് പറഞ്ഞ ആ പദമാണ് ഗുരുവിനെ വിശേഷിപ്പിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, ജ്ഞാനിയായ കർമ്മയോഗി. അങ്ങനെ ആ ജ്ഞാനിയായ കർമ്മയോഗി വന്ന് നമ്മളോട് പറഞ്ഞു, ഈ വിധി വൈപര്യത്തെ ഇങ്ങനെ വിട്ടാൽ പോരാ, ജാതി ഭ്രാന്താലയത്തെ ഇങ്ങനെ നിങ്ങൾ ഒരു പ്രതികരണവുമില്ലാതെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനെ ചെറുക്കണം, അതിനെ മാറ്റണം, അതിനുവേണ്ടി പണിയെടുക്കണം. അതിന് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ള ഒരു ഉദ്ബോധനം ശ്രീനാരായണ ഗുരു എന്ന യുവയോഗി നടത്തുകയാണ്. അപ്പോൾ ഗുരു ഒരു കർമ്മയോഗി ആയതുകൊണ്ട് തന്നെ പറഞ്ഞെടുത്ത് നിർത്തുകയല്ല ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രായോഗിക തലത്തിൽ ചെയ്ത് കാണിക്കണമെന്ന് നിഷ്കർഷയുള്ള ഒരു ഋഷീശ്വരനെ, ഒരു സന്യാസി ശ്രേഷ്ഠനെ നിങ്ങൾക്ക് ഭാരത ചരിത്രത്തിൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവാണ്. വാക്കും പ്രവൃത്തിയും ഒരേ തലത്തിൽ പോകുന്നത് മഹത്തുക്കളുടെ ലക്ഷണമാണെന്ന്, വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലാത്തൊരവസ്ഥയുള്ളത് മഹത്തുക്കളുടെ ലക്ഷണമാണെന്ന് നമ്മളോട് ശാസ്ത്രം പറയും. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം വരുമ്പോൾ ഗുരു പറയുന്ന വാക്കുകളെല്ലാം ഗുരു സ്വജീവിതത്തിൽ പൂർണ്ണമായി ആചരിച്ചിരുന്നുവെന്ന് മാത്രമല്ല, ഗുരു പറയുന്ന ഓരോ സിദ്ധാന്തങ്ങളും ഓരോ കർമ്മപദ്ധതികളും സ്വന്തം ഇടപെടൽ കൊണ്ട് സ്വന്തം കൺമുന്നിൽ അത് നടപ്പാക്കി അതിൻ്റെ പ്രായോഗികത ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരു മൂന്നാം തലം കൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രത്തിലുണ്ട്.
അങ്ങനെയുള്ള ഒരു ഋഷിവര്യനെ, അങ്ങനെയുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനെ നിങ്ങൾക്ക് ഭാരത ചരിത്രത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല. അത് ശ്രീനാരായണ ഗുരു മാത്രമാണ്. സന്യാസികളില്ലിങ്ങനെ. അപ്പോൾ ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പ്രഖ്യാപിച്ചിട്ട് ഗുരു ഈ പുരോഗതി മുരടിച്ച വിധിവൈപര്യത്തെ, ജാതിഭ്രാന്താലയത്തെ ചികിത്സിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ട് അതിന് ഉദ്ബോധനം മാത്രമല്ല, കർമ്മപഥത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ സവർണ കുത്തക അവസാനിപ്പിച്ച് വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, വിദ്യ നേടുവാനുള്ള അഭിവാഞ്ച, സഹസ്രാബ്ദത്തിലേറെയായി ഇവിടെ വിദ്യ നിഷേധിച്ചിരുന്ന നിരക്ഷര കുട്ടികളായ സാധാരണക്കാരൻ്റെ അഭിവാഞ്ച, വിദ്യ നേടുവാനുള്ള അഭിവാഞ്ചയെ വളർത്തിയെടുക്കുക എന്നുള്ള രണ്ട് തരത്തിൽ, അതായത് വിദ്യാഭ്യാസത്തെ സവർണ കുത്തകയെ അവസാനിപ്പിച്ച്, ആ രംഗത്തെ സവർണ കുത്തകയെ എന്നേക്കുമായി അവസാനിപ്പിച്ച് വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന ഒരവസ്ഥ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി കൂടുതൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, വിദ്യ കൊടുക്കാനുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിച്ച് അവരെ അഭ്യാസമുള്ളവരാക്കി മാറ്റിയെടുക്കുക. ഒപ്പം സഹസ്രാബ്ദങ്ങളായി നിങ്ങൾക്ക് വിദ്യ വിധിച്ചിട്ടില്ല എന്ന് പ്രചരണം നടത്തി, അത് ദൈവേച്ഛയാണ്, നിങ്ങൾക്ക് വിദ്യ പാടില്ല എന്ന് പറഞ്ഞു വെച്ച് അങ്ങനെ പറഞ്ഞു പറ്റിച്ചിരുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് വിദ്യ നേടാനുള്ളത് നിങ്ങളുടെ ജന്മ അവകാശമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനുള്ള അഭിവാഞ്ചി അവരിൽ വളർത്തിയെടുത്തുകൊണ്ട് പുരോഗതിയുടെ മാർഗത്തിലേക്ക് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള ഗുരുവിൻ്റെ ആ ഉപദേശത്തെ നടപ്പാക്കി കാണിക്കുന്നതിന് വേണ്ടി ഒരു ധീരമായ യത്നം ഗുരുദേവൻ നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലമായി ഇവിടെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം രൂപപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തുടങ്ങി 20-ാം നൂറ്റാണ്ടിലൂടെ കേരളത്തിൽ മാത്രം ഒരു വിദ്യാഭ്യാസ വിപ്ലവം രൂപപ്പെടുത്തുകയാണ്. അതിൻ്റെ ആരംഭം എവിടെയെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകും. ഇനി അത് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ രൂപപ്പെട്ടപ്പോൾ 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുത്തു. 36 സംസ്ഥാനങ്ങളും കേന്ദ്രശാസിത പ്രദേശങ്ങളുമുള്ള വിശാലമായ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുക്കുന്ന സംസ്ഥാനം കൊച്ചു കേരളമാണെന്ന് നാം ഓർക്കണം. മറ്റാർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കേരളത്തിൻ്റെ അടുത്ത് ഇവരാരും എത്തുന്നുമില്ല. ഇതിനെ കേരള മോഡൽ എന്ന് വിളിച്ചു, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു, ഇതിനെ കേരള നവോത്ഥാനം എന്ന് വിളിച്ചു. ശ്രീനാരായണ ഗുരുവിനെ കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് ചിലർ പ്രകീർത്തിക്കുന്നു. അപ്പം മറുപുറത്ത് ശ്രീനാരായണ ഗുരുവിനെ നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന് വിളിച്ച് പ്രകീർത്തിക്കുന്നു. അങ്ങനെ കേരളം ലോകം ശ്രദ്ധിക്കുന്ന ഒരു മാതൃകയായി മാറുകയാണ് വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ. സമ്പൂർണ്ണ സാക്ഷരതയാണ് നാം നേടിയത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാക്ഷരത നേടി, കേരളമെല്ലാം നേടി എന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവിടെയും കൂടുതൽ ചുഴിഞ്ഞിറങ്ങി നിന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതയാണ് നാം നേടിയത്, അതായത് അവർണ്ണൻ എഴുത്തും വായനയും വശമാക്കി എന്ന് സാരം. അത്രമാത്രം. പൂർണ്ണ വിദ്യാഭ്യാസമല്ലത്. ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകളിൽ അവർണ്ണൻ്റെ സാന്നിധ്യം ഇപ്പോഴും ശോചനീയമാണ്, പരിതാപകരമാണ്. അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് രൂപപ്പെടണം. അവിടെയും സമത്വം ഉണ്ടാവണം. അത് മാറ്റിയെടുക്കണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലും കൂടെ നേടിയെടുക്കാൻ എന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന് കഴിയുന്നോ അന്നേ വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ പൂർണ്ണമാകുന്നുള്ളൂ. ഒരു പടിയേ കടന്നുള്ളൂ. നിർണായകമായ അടുത്ത പടി ഇപ്പോഴും അകലെയാണെന്ന് സാരം. അവർണ്ണൻ നേടിയത് എഴുത്തും വായനയും വശമാക്കിയാണ്, സാക്ഷരതയാണ്, അല്ലാതെ പൂർണ്ണ വിദ്യാഭ്യാസമല്ല. വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു തലങ്ങളിൽ അവൻ ഇപ്പോഴും പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് രൂപപ്പെടണം. അതുകൊണ്ട് കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസ വിപ്ലവം പൂർണ്ണമാകൂ. ഒരു പടിയേ കടന്നുള്ളൂ. നിർണായകമായ അടുത്ത പടി ഇപ്പോഴും അകലത്തിൽ കിടക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ഘട്ടത്തെ പിന്നിട്ടപ്പോഴേക്കും കേരളത്തിൽ
വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഫലമായി കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ പ്രവേശിച്ച് അതിവേഗം മുന്നോട്ട് പോയി തുടങ്ങി. അതിൻ്റെ ഫലമായി ധാരാളം ഗുണഫലങ്ങൾ ഇവിടെ വന്നു ചേർന്നു. അതിനെ നമ്മൾ നവോത്ഥാനം എന്ന് വിളിച്ചു. രണ്ടാം ഘട്ടം ഇനിയും നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴേ വിദ്യാഭ്യാസ വിപ്ലവം പൂർണ്ണമാകൂ. അത് സംഭവിക്കേണ്ടത് ഈ 21-ാം നൂറ്റാണ്ടിലാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ ഇതേ രീതിയിൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അവർണ സാന്നിധ്യം ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലും എത്തുകയുള്ളൂ. അപ്പോഴേ വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ പൂർണ്ണമാകുകയുള്ളൂ. വിദ്യാഭ്യാസ വിപ്ലവം പൂർണ്ണമാകാതെ കേരള നവോത്ഥാനം എത്തേണ്ടിടത്ത് എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. കേരളം മുന്നോട്ട് വെച്ച വികസന മാതൃക, ഇതിനെ കേരള മോഡൽ എന്നാണ് പറയപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് കേരള മോഡൽ എന്നാണ്. കേരളം മുന്നോട്ട് വെച്ച ഒരു വികസന മാതൃക, സാമ്പത്തിക ശാസ്ത്രത്തിലെ ചിരപ്രതിഷ്ഠിതമെന്ന് കരുതിയിരുന്ന, ലബ്ധപ്രതിഷ്ഠമെന്ന് കരുതിയിരുന്ന സാമ്പത്തിക ശാസ്ത്രകാരന്മാർ കരുതിപ്പോന്ന, പഠിപ്പിച്ചു പോന്ന, പുസ്തകങ്ങളിൽ എഴുതി പോകുന്ന ചില അറിവുകളെ സമൂലം തിരുത്തുവാനാണ് ഈ കൊച്ചു കേരളം കേരള മോഡലിലൂടെ ലോകത്തോട് ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക നില അത്ര അഭികാമ്യമല്ലാത്ത അവസ്ഥയിലും ഒരു സമൂഹത്തിന് സമ്പൂർണ്ണ സാക്ഷരത നേടാനാകും, ഉന്നത ആയുർദൈർഘ്യം നേടാനാകും, താഴ്ന്ന ശിശുമരണ നിരക്കും താഴ്ന്ന മാതൃമരണ നിരക്കും നേടിയെടുക്കാനാവും. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നേടിക്കൊടുക്കാനാകും. സാമ്പത്തിക നില അഭികാമ്യമല്ലാത്ത അവസ്ഥയിലും തൃപ്തികരമായ പൊതുജനാരോഗ്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. സാമ്പത്തിക നില അഭികാമ്യമല്ലാത്ത അവസ്ഥയിലും ഉയർന്ന ജീവിത ഗുണനിലവാരം കരഗതമാക്കാം. സമ്പത്ത് അല്ല അതിനെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന പാഠമാണ് കേരളം ലോകത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചത്. ഇത് നിലവിലുള്ള സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അങ്ങനെ അവർണരിവിടെ സാക്ഷരരായി കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ കുതിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ വിപ്ലവമാണ് അതിന് അടിസ്ഥാനമായിട്ടുള്ളതെന്ന് കണ്ടു. വിദ്യാഭ്യാസ വിപ്ലവം അതായത് ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചത് മുഴുവൻ ഈ പൊതുജന വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, എല്ലാവർക്കും അവകാശപ്പെട്ടതാക്കുക, എല്ലാവർക്കും ഒരുപോലെ കിട്ടാനുള്ള അവസരങ്ങൾ ഉപലബ്ധമാക്കുക. അതിനുവേണ്ടി പരിശ്രമിച്ചപ്പോൾ ഇവിടെ മറ്റ് പല പോഷക പ്രസ്ഥാനങ്ങളും ഇതിൻ്റെ സഹായകമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് അവർണ സാന്നിധ്യം ഇപ്പോഴും ശോചനീയമാണെന്നും അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് രൂപപ്പെടുന്നതിന് പെടേണ്ടതുണ്ടെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷേ അതിന് തടയിടുവാൻ, അതായത് വിദ്യാഭ്യാസ വിപ്ലവം പൂർണ്ണതയിലെത്തുമ്പോഴേ കേരള നവോത്ഥാനം എത്തേണ്ടടുത്തെത്തൂ. അത് 21-ാം നൂറ്റാണ്ടിലാണ് സംഭവിക്കേണ്ടതെന്ന് ഇപ്പോൾ ഏവർക്കും അറിയാം. അത് മനസ്സിലാക്കിയപ്പോൾ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തടയിടുവാൻ, അതായത് വിദ്യാഭ്യാസ വിപ്ലവത്തെ തകിടം മറിച്ചുകൊണ്ട് കേരള നവോത്ഥാനത്തെ നിഷ്ഫലമാക്കുവാൻ ഇവിടെ ഒരു പ്രതിവിപ്ലവം നടന്നു വരുന്നു എന്ന് ഈ സെമിനാർ ആദ്യമായി പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രതിവിപ്ലവം ഇവിടെ നടക്കുകയാണ്. വിപ്ലവത്തെ പരാജയപ്പെടുത്താൻ ഒരു പ്രതിവിപ്ലവം, വിദ്യാഭ്യാസ വിപ്ലവത്തെ പരാജയപ്പെടുത്താൻ ഒരു പ്രതിവിപ്ലവം. അത് ഈ സെമിനാർ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാദ്യമായി അവതരിപ്പിക്കുകയാണ്. ഈ പ്രതിവിപ്ലവത്തിൻ്റെ സ്വഭാവം എന്തെന്നും അതിൻ്റെ വിശദാംശങ്ങൾ എന്തെന്നും എല്ലാം നമ്മൾ ഈ പ്രഭാഷണത്തിൽ ഈ പ്രസൻറ്റേഷനിൽ പറഞ്ഞു പോകും അടുത്ത ദിവസങ്ങളിൽ. പക്ഷേ ഈ ആമുഖമായി ഇതേക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രതിവിപ്ലവം ഇന്നത്തെ നിലയിൽ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അതിൻ്റെ ഫലമെന്തായിരിക്കും, അത് നൽകുന്ന ചുവരെഴുത്തെന്താണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങൾക്കും എന്നോടൊപ്പം വായിക്കാം. ഇതിനെ സത്വരമായി പ്രതിരോധിച്ചില്ലെങ്കിൽ, ഈ പ്രതിവിപ്ലവത്തെ സത്വരമായി പ്രതിരോധിച്ച് നിഷ്ഫലമാക്കിയില്ലെങ്കിൽ കേരള നവോത്ഥാനത്തെ അത് പാളം തെറ്റിക്കും. എന്ന് പറഞ്ഞാൽ കേരള നവോത്ഥാനം പുരോഗതിയിലാണ്, തീർന്നിട്ടൊന്നുമില്ല. അത് എത്തേണ്ടിടത്ത് എത്തില്ല.
രണ്ടാമത്തെ പ്രശ്നം, ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും ഈ പ്രതിവിപ്ലവം ഇന്നത്തെ നിലയിൽ പുരോഗമിക്കാൻ അനുവദിച്ചാൽ ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും ഇവിടുത്തെ അവർണവർഗം, ഭൂരിപക്ഷം വരുന്ന അവർണവർഗം എന്നേക്കുമായി പുറന്തള്ളപ്പെടും. കേരള നവോത്ഥാനം ഒരു പഴങ്കഥയായി മാറും. ഇത്രയും അതിൻ്റെ ഫലമായിട്ട് എന്താണ് അടുത്ത പടിയിൽ കാണാൻ പോകുന്നത്? ഇവിടെ വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള പ്രസിദ്ധമായ ഒരു അകലമുണ്ട്. വരേണ്യവർഗവും അധസ്ഥിതരെന്ന് മുദ്രയടിച്ച് അടിമകളാക്കി വച്ചിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയും തമ്മിലൊരു വലിയ അകലമുണ്ട്. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള അകലം. ആ പ്രസിദ്ധമായ അകലം രൂക്ഷമായി ഇനിയും തുടരും എന്നുള്ളതാണ്. അതായത് കേരള നവോത്ഥാനം വെറും ഒരു ഉമ്മാക്കിയായി മാറും. അതാണിതിൻ്റെ ചുവരെഴുത്ത്. ഇത്രയും നമ്മളിതേക്കുറിച്ച് ആമുഖമായി നിങ്ങളോട് പറയുമ്പോൾ ഇതെല്ലാം സംഭവിച്ചത് നവോത്ഥാനം സംഭവിച്ചത് കേരളത്തിലാണ്. മോഡലായത് കേരളത്തിലാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റാണ് ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതും പഠിക്കുന്നതും. ഇതെല്ലാം സംഭവിക്കുന്നത് കേരളത്തിലാണ്. ഇതേക്കുറിച്ച് പുരോഗതി ഭാരതത്തിൽ എന്ന വിഷയം പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും അല്ലാത്തവരും സാമൂഹ്യ ശാസ്ത്രജ്ഞനും ഭരണകർത്താക്കളും ഒക്കെ പറയുന്നത് 20-ാം നൂറ്റാണ്ട് കേരളത്തിൻ്റെ നൂറ്റാണ്ടായിരുന്നു എന്നാണ്. 20-ാം നൂറ്റാണ്ട് കേരളത്തിൻ്റെ നൂറ്റാണ്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൻ്റെ മാത്രം നൂറ്റാണ്ടായി? വിശാലമായ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു 36 സ്റ്റേറ്റുകളും കേന്ദ്രശാസിത പ്രദേശങ്ങളുമായിട്ട് കിടക്കുന്ന വിശാലമായ ഈ രാജ്യത്ത് അറേബ്യൻ സമുദ്രത്തിൻ്റെ തീരത്ത് ആ ചുവന്ന നിറം കൊടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ആ ചുവന്ന നിറം കൊടുത്തിരിക്കുന്ന തേങ്ങാപ്പൂള് പോലെ കിടക്കുന്ന, അറേബ്യൻ സമുദ്രത്തിൻ്റെ തീരത്ത് ചെറിയൊരു തേങ്ങാപ്പൂള് പോലെ കിടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു? എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നവോത്ഥാനം? എന്തുകൊണ്ട് കേരളം മാത്രം ഒരു മോഡലായി മാറി? 20-ാം നൂറ്റാണ്ട് കേരളത്തിൻ്റെ നൂറ്റാണ്ടാണെന്ന് പറയാൻ അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മൾ അല്പം കൂടെ കേരളീയരായ നമ്മൾ അറിയണം. ഒന്നാമതായി കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇവിടുത്തെ സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമാണ്, സൈസിലും എല്ലാ കാര്യങ്ങളിലും. അപ്പം ചെറിയ സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേരളം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ 1.18% മാത്രമേ ഉള്ളൂ എന്ന സത്യം നമ്മളെല്ലാം അറിയണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ വെറും 1.18% മാത്രമാണ് കേരളം. മാത്രമല്ല ഈ 1.1% വരുന്ന ഭൂവിസ്തൃതിയിലുള്ള ഈ കൊച്ചു കേരളത്തിൽ അധിവസിക്കുന്ന മലയാളികളെന്ന് നമ്മൾ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഈ സെറ്റ് ആളുകൾ 4 കോടിയാണുള്ളത്. മൊത്തം 4 കോടിയാണുള്ളത്. ഇന്ത്യയുടെ ജനസംഖ്യ ഇപ്പം 125-നും 130 കോടിക്കും ഇടയ്ക്കാണെന്നാണ് പറയുക. ഈ 130 കോടിയല്ല 125 കോടിയിൽ 4 കോടി എത്ര ശതമാനം വരും? കണക്ക് പഠിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കണക്ക് കൂട്ടിക്കൂ. ഈ മലയാളികളെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ചന്ദ്രമണ്ഡലത്തിൽ വരെ ഇപ്പം പോയാൽ മലയാളികളെ കാണാൻ പറ്റിയേക്കും എന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ട് പറഞ്ഞ് രസിക്കാറുണ്ട്. ലോകമെമ്പാടും മലയാളികൾ പരന്ന് നിൽക്കുകയാണ്, ഇതൊരു വാസ്തവമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് മൊത്തം 4 കോടിയാണ് നമ്മളുള്ളത്. 125-ഓ 130-ഓ കോടിയുള്ള ഇന്ത്യയിൽ വെറും 4 കോടി. ഇത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ വെറും 3% ഉള്ളൂ. അപ്പം ഭൂവിസ്തൃതിയിൽ 1.18% മാത്രം, ജനസംഖ്യയിൽ 3% മാത്രം. ഇങ്ങനെയുള്ളിടത്ത് അതിൻ്റെ ഒരു മറുപുറം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷി വളരെ പിന്നിലാണ്. നമ്മൾ സാമ്പത്തിക ശേഷിയിൽ കേരളം ഒരു ഗോവയുമായിട്ട് താരതമ്യം ചെയ്യുക, പഞ്ചാബുമായിട്ട് താരതമ്യം ചെയ്യുക, മഹാരാഷ്ട്രയുമായി താരതമ്യം ചെയ്യുക, അവിടെയെല്ലാം നമ്മൾ വളരെ പിന്നിലാണ്. എന്തിന്? അമേരിക്കയുടെ ഏറ്റവും സമ്പന്ന രാജ്യമെന്ന് എല്ലാവർക്കും അറിയാവുന്ന USA പ്രതിശീർഷ വാർഷിക വരുമാനം പെർ ക്യാപിറ്റ GDP-യുടെ 30-1 മാത്രമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പെർ ക്യാപിറ്റ GDP. 30-1 നാമമാത്രമാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഈ കുറഞ്ഞ സാമ്പത്തിക ശേഷിയുള്ള കേരളം, വെറും ഇന്ത്യയുടെ ജനസംഖ്യയുടെ വെറും 3% മാത്രമുള്ള കേരളം
ഭൂവിസ്തൃതിയിൽ വെറും 1.18% മാത്രമുള്ള കേരളം സമ്പന്ന രാജ്യങ്ങൾക്ക് ഒപ്പം ജീവിത ഗുണനിലവാരം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെയാണ് അതെങ്ങനെ സാധിച്ചു? സമ്പത്തുള്ളിടത്തേ പുരോഗതിയുള്ളൂ, സമ്പത്തുള്ളിടത്തേ ജീവിത ഗുണനിലവാരം നന്നാകൂ എന്നെല്ലാം വിശ്വസിച്ചിരുന്നവരെ ആകെ പ്രശ്നത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം മുന്നോട്ട് വച്ചത്. അതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അത് പഠിക്കാനാണ് സായിപ്പന്മാർ ഇവിടെ വന്ന് തമ്പടിക്കുന്നത്. ഇവിടെ ഒരു വലിയ ചോദ്യം നിങ്ങളുടെയും എൻ്റെയും മനസ്സിൽ സ്വാഭാവികമായും ഉദിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 36 സംസ്ഥാനങ്ങളും, വലുതും ചെറുതുമായ 36 സംസ്ഥാനങ്ങളും കേന്ദ്രശാസിത പ്രദേശങ്ങളും ഒക്കെ കൂടെ ഉൾപ്പെടെ 36 ഘടകങ്ങളുള്ള ഈ വിശാലമായ ഈ വലിയ രാജ്യത്ത് ഇത്രയും ചെറുത്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് എത്ര ചെറുതാണ്, അത്രയും ചെറുതായിട്ടുള്ള ഈ കൊച്ചു കേരളം മാത്രം മാനവ വികാസത്തിൽ ഉന്നത മാനവ വികാസ രാജ്യങ്ങളുടെ ശ്രേണിയിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീസിൽ കയറി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇതൊരു വസ്തുതയാണ്, ആശ്ചര്യകരമായ വസ്തുത. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവരൊക്കെ ഉറക്കം വിളച്ചിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ കേരളം ഇവിടെ എത്തിയെന്ന്. നിലവിലിരുന്ന സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ച് നാം അല്പം അറിയണം. നമ്മളാരും സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നില്ല എൻ്റെ മുമ്പിലിരിക്കുന്നവർ, ഞാനുമല്ല. അപ്പോഴും നമ്മളൊരല്പം സാമ്പത്തിക ശാസ്ത്രം ഇവിടെ അറിയുമ്പോഴേ കാര്യം മനസ്സിലാവും. നിലവിലിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തം ചുരുക്കി മുകളിൽ എഴുതിയിരിക്കുകയാണ്: ഉയർന്ന പ്രതിശീർഷ വാർഷിക വരുമാനം ഉയർന്ന ജീവിത ഗുണനിലവാരത്തിലേക്ക് നയിക്കും. ഒരു പ്രദേശത്തെ ഒരു ജനതയുടെ പ്രതിശീർഷ വാർഷിക വരുമാനം ഉയർന്നതാണെങ്കിൽ ജീവിത ഗുണനിലവാരവും ഉയർന്നതായിരിക്കും. ഇത് പാശ്ചാത്യ ദേശത്ത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഒരു അനുഭവ പാഠമാണിത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെയാണ് കേരളം ചോദ്യം ചെയ്യുന്നത്. നമ്മൾ നിലവിലിരുന്ന സാമ്പത്തിക സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഇപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലിരിക്കുന്ന സാമ്പത്തിക സിദ്ധാന്തമനുസരിച്ച് ഉയർന്ന പ്രതിശീർഷ വാർഷിക വരുമാനം എവിടെയുണ്ടോ അവിടെ ജീവിത ഗുണനിലവാരം ഉയർന്നായിരിക്കാനുള്ള സാധ്യത 100%. ഇത് യൂറോപ്പിൽ സംഭവിച്ചതും അവരത് അനുഭവ പാഠമാക്കി മാറ്റി അത് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണിത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്, അവരുടെ അനുഭവ പാഠം എന്താണെന്ന് അല്പം കൂടെ വിശദമായി പറയാം. അതായത് ജെയിംസ് വാട്ട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആദ്യമായി സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നു. അത് മനുഷ്യചരിത്രത്തിൻ്റെ ഒരു വലിയ പുരോഗതിയാണ്, ഒരു വലിയ കുതിച്ചുചാട്ടമാണ് മനുഷ്യൻ്റെ. അങ്ങനെ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി അത്തരം പല മെഷീനുകളും നിർമ്മിക്കാൻ പിന്നെ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അതുവരെ കൈകൊണ്ട് ചെയ്തിരുന്ന പല പ്രവർത്തനങ്ങളും മെഷീൻ കൊണ്ട് ചെയ്യാമെന്ന് വന്നു, യന്ത്രവൽകൃതമായി. അപ്പോഴും വലിയ ഫാക്ടറികൾ ഉയർന്നു വന്നു. മെഷീൻ ഉപയോഗിച്ച് കൈകൊണ്ട് ചെയ്തിരുന്ന പല പ്രവർത്തികളും മെഷീൻ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമതയോടെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ അഥവാ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഇത് വന്നപ്പോഴതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ഉൽപ്പാദനശേഷി കുത്തനെ ഉയർന്നു. മെഷീൻ വന്നപ്പോൾ, ഫാക്ടറികൾ വന്നപ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെ തന്നെ സാമ്പത്തിക ശേഷി ഗണ്യമായി ഉയർന്നു. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസം, നല്ല പൊതുജനാരോഗ്യം, ഇങ്ങനെ ജീവിത ഗുണനിലവാരം സ്വാഭാവികമായും അഭൂതപൂർവം വിധം മെച്ചപ്പെട്ടു. ഇതാണ് അവരുടെ അനുഭവ പാഠം. അപ്പോൾ അവരതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക ശേഷി മെച്ചപ്പെടാതെ ജീവിത ഗുണനിലവാരം ഉയർത്തുക സാധ്യമല്ല. സാമ്പത്തിക ശേഷി മെച്ചപ്പെട്ടിടത്തെല്ലാം ജീവിത ഗുണനിലവാരം ഉയർന്നതാകുന്നു എന്നാണ് സാമ്പത്തിക ശാസ്ത്രം വിശ്വസിച്ചിരുന്നത്. ഇതിനെയാണ് കേരള മോഡൽ ചോദ്യം ചെയ്യുന്നത്. ഘടകവിരുദ്ധമായതാണ് കേരളത്തിൽ സംഭവിച്ചത്. പ്രതിശീർഷ വാർഷിക വരുമാനം തുച്ഛം. ഞാൻ പറഞ്ഞു, അമേരിക്കയുടെ
30-1 മാത്രമാണെന്ന് പറഞ്ഞു. എന്നിട്ടും കേരളം ഈ ജീവിത ഗുണനിലവാരം അളക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഏറ്റവും അംഗീകൃതമായിട്ടുള്ള ഒരു ടെസ്റ്റുണ്ട്. ആ അളവുകോലാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മാനവ വികാസ സൂചിക എന്ന് വേണമെങ്കിൽ പറയാം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI. അതിൽ 0.790 രേഖപ്പെടുത്തിക്കൊണ്ട് കേരളം ഡെവലപ്മെൻ്റൽ എക്കണോമിക്സിൽ അതുവരെ നിലനിന്ന മാനവ വികാസ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ, അതിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടിട്ട്, അതായത് സമ്പന്ന രാജ്യങ്ങൾക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള മേഖലയിലേക്ക് കേരളം കടന്നു നിൽക്കുന്നു സമ്പത്തില്ലാതെ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സാമ്പത്തികമായി മറ്റ് ഈ പല ഇന്ത്യൻ സ്റ്റേറ്റുകളുടെയും പിന്നിലാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒന്നുമല്ല. അങ്ങനെയുള്ള കേരളം സമ്പന്ന രാജ്യങ്ങൾക്ക് ഒപ്പമുള്ള ജീവിത ഗുണനിലവാരം എത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് പാശ്ചാത്യരായ ശാസ്ത്രജ്ഞരെല്ലാം അത്ഭുതപ്പെട്ടു. ഇത് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. മുഖവിലയ്ക്ക് ഇതിനെയൊന്നും സ്വീകരിക്കാൻ അവരാരും തയ്യാറല്ല. അവരെല്ലാം പറഞ്ഞത് അസംഭവ്യമായത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. അസംഭവ്യമായത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. ദുർഗ്രഹവും നിഗൂഢമായതുമെന്ന് പലരും ഇതിനെ വിശേഷിപ്പിച്ചു. ഒരു തരത്തിലും വിശദീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അറിവുകൾക്കെല്ലാം വിരുദ്ധമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃക. വികൃതമായ ഒരുതരം ക്രമക്കേടാണെന്ന് ചിലർ കയറി പറഞ്ഞു. എ ബിസയർ അനോമലി എന്നാണ് പറയുക. വികൃതമായ ഒരുതരം ക്രമക്കേട്. വേറെ ചിലർ പറഞ്ഞു 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും വെള്ളം കട്ടയാകുന്നു എന്ന് പറയുമ്പോഴാണിത്. മറ്റൊരാൾ പറഞ്ഞു ഓക്സിജൻ തരിമ്പുമില്ലാത്തടത്ത്, പ്രാണവായു ഒട്ടുമില്ലാത്തടത്ത് തീ ആളിക്കത്തുന്നു എന്ന് പറയും പോലെ അവിശ്വസനീയമായ ഒരു കാര്യമാണ് കേരള മോഡൽ. അതായത് ഇത് മുഖവിലയ്ക്ക് ഇതിനെ ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അതേസമയം ഈ കേരള സ്റ്റോറി, ഈ വികൃതമായ ഒരുതരം ക്രമക്കേടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ കേരള സ്റ്റോറി വിദഗ്ധരെയും ഭരണാധികാരികളെയും ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ പിടിച്ചു കുലുക്കിക്കൊണ്ടേയിരുന്നു. ഇതിനൊരു വ്യതിയാനമായി ഈ പാഠഭേദം, കേരളം മുന്നോട്ട് വയ്ക്കുന്ന പാഠഭേദം, ഡെവലപ്മെൻ്റൽ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു പാഠഭേദം കേരളം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആ പാഠഭേദം പഠനാർഹമായ ഒന്നാണെന്ന് നിലപാടെടുത്തത് ഒരു ഡോക്ടർ മെഹബൂബ് ഉൽ ഹക്കാണ്. ഇദ്ദേഹം ആരാണെന്ന് നമ്മൾ അറിയണം. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. മെഹബൂബ് ഉൽ ഹക്ക് ഡോക്ടർ, ഇദ്ദേഹം UNDP-യിലെ ഒരു മുതിർന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ ധനകാര്യ മന്ത്രിയുമായിരുന്നു ഇദ്ദേഹം, ഡോക്ടർ മെഹബൂബ് ഉൽ ഹക്ക്. ഇദ്ദേഹം പറഞ്ഞു, കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഡെവലപ്മെൻ്റൽ മാതൃക ഇത് നമ്മളുടെ നിലവിലുള്ള എല്ലാ അറിവിനെയും ഖണ്ഡിക്കുന്നതാണെങ്കിലും അതിലെന്തൊക്കെയുണ്ട് അതൊന്ന് പഠിക്കേണ്ടതാണ്, ചുമ്മാ തള്ളിക്കളയരുത് എന്നൊരു നിലപാടെടുത്തു ഇദ്ദേഹം. അതിൻ്റെ ഫലമായ ഒരു UNCDS സ്റ്റഡി 1975 ഒരു ടീം പുറത്തുനിന്ന് ഇവിടെ വന്ന് കേരളത്തിൽ തമ്പടിച്ച് കേരള മോഡൽ എന്ന് പറയുന്ന ഈ സംഗതിയെ, ഈ വികസന മാതൃകയെ തലനാരിഴ വലിച്ച് കീറി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ചുമ്മാ പറഞ്ഞു നടക്കുന്നൊന്നുമല്ല, ഇതിൽ കഴമ്പുണ്ട്. ആശ്ചര്യകരമാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. ഞാനതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ കാണിക്കുകയാണ്. അമർത്യ സെന്നിൻ്റെ പടമാണിത്. നോബൽ laureate പ്രൊഫസർ അമർത്യ സെൻ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എഴുതി വരുന്ന, അതായത് ഇത് കേരളത്തിന് നൽകിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കണം. തക്കതായ ഒരു വികസന മാതൃകയെ തേടി ഇനി ഇന്ത്യ മറ്റെങ്കും പോകേണ്ടതില്ല. നിങ്ങൾ എന്ത് വഴി സ്വീകരിച്ചാണ് ഇന്ത്യയെ വികസിപ്പിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് മാർഗങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ വേറെങ്ങും പോകണ്ട. കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന വികസന മാർഗത്തിൽ വളരെയേറെ പഠിക്കുവാനുണ്ടോ, അതാദ്യം പഠിക്കേ എന്നാണ് അമർത്യ സെൻ പറയുന്നത്. കേരളത്തിന് തരാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണിത്. കേരളം അതിൻ്റെ പരിമിതമായ സാമ്പത്തിക ശേഷിയുടെ പരിധിക്കുള്ളിൽ നിൽക്കെ തന്നെ
സാമ്പത്തിക വളർച്ചയ്ക്ക് പുകൾപെറ്റ പല രാജ്യങ്ങൾക്കും തുല്യമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നുവെന്ന് അമാത്യസൻ ചൂണ്ടിക്കാണിക്കുന്നു. താഴ്ന്ന പ്രതിശീർഷ വാർഷിക വരുമാനവും ശോചനീയമായ സാമ്പത്തിക വളർച്ചയുടെയും നടുവിൽ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഏറെ ശ്രദ്ധേയമാകുന്നുവെന്ന് അമാത്യസൻ പറയുകയാണ്. തക്കതായ ഒരു വികസന മാതൃക തേടി ഇനി ഇന്ത്യ മറ്റെങ്ങും പോകേണ്ട, കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന വികസന മാർഗത്തിൽ നിന്ന് വളരെയേറെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതങ്ങ് പഠിച്ചാൽ മതി എന്ന് പറയുക ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളുടെ എല്ലാം മുമ്പിൽ ഒരു വലിയ ചോദ്യം അവശേഷിക്കണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ എന്തുകൊണ്ട് 36 സംസ്ഥാനങ്ങളും കേന്ദ്രശാസിത പ്രദേശങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കൊച്ചു കേരളം മാത്രം ഈ തലത്തിലേക്ക് ഉയർന്നു, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റു? അഥവാ എന്തുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിനും ഈ തന്ത്രത്തെ പ്രയോഗിച്ച് കേരളം നേടിയതുപോലുള്ള ഗുണഫലങ്ങൾ കൊയ്യുവാൻ കഴിഞ്ഞില്ല? ഈ എന്തുകൊണ്ടെന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. കേരളം മാത്രം എന്തുകൊണ്ട് മാതൃകയായി? കേരളം മാത്രം എന്തുകൊണ്ട് പഠനാർഹമായ ഒരു വിഷയമായി? എന്തുകൊണ്ട് നിലവിലുള്ള എക്കണോമിക് സിദ്ധാന്തത്തെ മാറ്റിമറിക്കുന്ന തലത്തിലുള്ള ഒരു വളർച്ച കേരളം നേടി? എങ്ങനെ കേരളത്തിലെ ജീവിത ഗുണനിലവാരം സമ്പന്ന രാജ്യങ്ങൾക്ക് തുല്യമായി വലിയ സമ്പത്തൊന്നുമില്ലാതെ? ഇത് നമ്മുടെ എല്ലാം മനസ്സിൽ ഇത്രയും നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ അവിടെ നിങ്ങളെ തന്നെ കണ്ടെത്തും. അതിനുവേണ്ടി കുറച്ച് ശ്രമിക്കണം. ഈ സെമിനാറിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ വിഷയം ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങളിലെത്തുന്നത് കുറഞ്ഞത് 5 എപ്പിസോഡെങ്കിലും ഉണ്ടാവും. ഇതിന് 5 ഭാഗങ്ങളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം ഞാനതിൻ്റെ ഒരു മുഖവുരയാണ് നിങ്ങളോട് പറഞ്ഞത്. അവിടെ ഇങ്ങനെ ഒരു ചോദ്യത്തിലാണ് നമ്മൾ അവസാനിക്കുന്നത്. എന്തുകൊണ്ട് വിശാലമായ ഇന്ത്യ മഹാരാജ്യത്ത് കൊച്ചു കേരളം മാത്രം, ഭൂവിസ്തൃതിയിൽ 1.18% മാത്രം വരുന്ന ഈ കുഞ്ഞ് സംസ്ഥാനം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചു? അത് നിലവിലുള്ള സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളെയെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വ്യതിയാനം കുറിക്കുന്ന ഒരു നേട്ടം എന്തുകൊണ്ട് കേരളം നേടി? അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിനും ഇതിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവണം. അതിന് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാനാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളെ തന്നെ അവിടെ കണ്ടെത്തും. നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ അവിടെ കണ്ടെത്തും. നിങ്ങൾ SNDP യോഗത്തെ അവിടെ കണ്ടെത്തും. ക്രിസ്ത്യൻ മിഷണറിമാരെ അവിടെ കണ്ടെത്തും. രാജാക്കന്മാരെ അല്ല കണ്ടെത്തുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ അല്ല കണ്ടെത്തുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അല്ല കണ്ടെത്തുന്നത്. നിങ്ങൾ കണ്ടെത്തുന്ന ഇതിൻ്റെ മൂല കാരണം, ഇതിന് കരുവായിട്ടുള്ളത് ആരാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് എന്തുകൊണ്ട് ബീഹാറിൽ ഇത് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് മധ്യപ്രദേശിൽ ഇത് സംഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ ഇത് സംഭവിക്കുന്നില്ല? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സംഭവിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ. ഇത് കഴിയുമ്പോൾ ഈ 5 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കഴിയുമ്പം പറയാൻ പറ്റുന്ന ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ബീഹാറിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ എങ്ങും ഒരു ശ്രീനാരായണ ഗുരു ജനിച്ചില്ല. ഒരു ശ്രീനാരായണ ഗുരു ജനിച്ചില്ല. ശ്രീനാരായണ ഗുരു ജനിച്ചത് കേരളത്തിലായിരുന്നു. അതുകൊണ്ട് കേരളം മാതൃകയായി. കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ അതിവേഗം കുതിച്ചു. കേരളം എല്ലാവർക്കും പഠനാർഹമായ ഒരു വിഷയമായി മാറി. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഭൂഭാഗമായി കേരളം മാറി. മറ്റാർക്കും അതിന് കഴിയാത്തത് അവിടെ എങ്ങും ഒരു ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചില്ല. ദ ആൻസർ ഈസ് സിമ്പിൾ. പക്ഷേ ആ ആൻസറിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എൻ്റെ കൂടെ സഞ്ചരിക്കേണ്ടി വരും. എങ്കിലേ ആ ആൻസർ എത്ര രൂഢമൂലമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടൂ. അത് ബോധ്യപ്പെടുത്താനാണ് ഈ സെമിനാർ ശ്രമിക്കുന്നത്. താങ്ക് യു.